നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നലത്തെ ട്രേഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ എൻട്രി എടുത്തു, അതിനുശേഷം 1:2 താഴത്തേക്കൊരു ഫോൾ വന്നു, അത് തിരിച്ച് റിവേഴ്സായി പോവുകയാണ് ഉണ്ടായത്. നമുക്കതിൻ്റെ ജേണൽ കണ്ടുകൊണ്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇന്നലെ നമുക്ക് ലോസ് ആണ് കിട്ടിയത്. 1 പോർഷൻ ലോസ് നമ്മൾ ബുക്ക് ചെയ്തു. ആക്ച്വലി ഇന്നലത്തെ ട്രേഡ് 1:2 ഹിറ്റ് ചെയ്തിരുന്നു, പക്ഷേ നമ്മുടെ ടാർഗറ്റ് 1:2 ആയിരുന്നില്ല. പ്രീവിയസ് ഡേ ഉണ്ടാക്കിയ ഒരു സിങ് നമ്മൾ മെഷർ ചെയ്തിട്ട് ആ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ടിലാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ആ ഒരു സപ്പോർട്ടിലേക്ക് ഇന്നലെ മാർക്കറ്റ് വന്നിരുന്നില്ല. 1:2 വന്നിട്ട് മാർക്കറ്റ് അവിടുന്ന് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാകും പ്രീവിയസ് ഡേ, ഇന്നലത്തെ പ്രീവിയസ് ഡേ എന്ന് പറയുമ്പോൾ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊന്ന് മെഷർ ചെയ്യാം. പ്രീവിയസ് ഡേ മെഷർ ചെയ്യുമ്പോൾ ഹൈയും ലോയും തമ്മിൽ നമ്മൾ അളക്കുമ്പോൾ അതിൻ്റെ കൃത്യം മധ്യഭാഗം നിങ്ങളിവിടെ കാണുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ മധ്യഭാഗത്തു നിന്ന് മാർക്കറ്റ് പലപ്പോഴും ഡൈവേർഷൻസ് എടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നലെ ഫസ്റ്റ് ഒരു ഫോള് താഴത്തേക്ക് വന്നു, അതിനുശേഷം ഈ മധ്യഭാഗത്ത് വന്ന് ഹിറ്റ് ചെയ്തു. ഇവിടെ ഹിറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് തിരിഞ്ഞ് പോവുകയാണ് ഉണ്ടായത്. നമ്മൾ ഇന്നലെ ടാർഗറ്റ് ചെയ്തിരുന്നത് ഇവിടെ ആയിരുന്നില്ല. നമ്മുടെ ടാർഗറ്റ് ഏകദേശം ഈ ഒരു പോയിന്റിലാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിയും എന്നാണ് നമ്മളുടെ പ്രതീക്ഷ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 1:3 ആണ് ടാർഗറ്റ് ചെയ്തിരുന്നത്. പക്ഷേ 1:2 ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ചു പോയി. അതാണ് ഇന്നലെ ഉണ്ടായത്. അപ്പോൾ നമുക്ക് യാതൊരു കുഴപ്പമില്ല, കാരണം ടാർഗറ്റ് നമ്മൾ വെച്ചു, സ്റ്റോപ്പ് ലോസും വെച്ചു, രണ്ടിലൊന്ന് ഹിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഇന്നലെ സംഭവിച്ചത് നമുക്ക് എതിരായിട്ടാണ് സംഭവിച്ചത്. ഇപ്പോഴും നമ്മളുടെ ജേണലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും 95 ട്രേഡിംഗ് ഡേയ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 56 ദിവസം ലോസും 39 ദിവസം പ്രോഫിറ്റുമാണ്. 100 ദിവസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 40 തികഞ്ഞാൽ 40% വിൻ റേഷ്യോ നമുക്ക് കിട്ടിയെന്നർത്ഥം. 1:2 വെച്ചിട്ട് 40% വിൻ റേഷ്യോ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റിലായിരിക്കും. അതായത് ബ്രേക്ക് ഈവൻ ആകാനായിട്ട് 1:2 വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 100 ദിവസത്തിൽ ബ്രേക്ക് ഈവൻ ആവാൻ, പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കണമെങ്കിൽ നമുക്ക് 35 ദിവസമാണ് പ്രോഫിറ്റ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ഓൾറെഡി 39 ആയിട്ടുണ്ട്. അതായത് ഇനി 5 ദിവസത്തോളം ഇല്ല 4 ദിവസത്തോളം 5 ദിവസത്തോളം ഇനിയുണ്ട്. ഈ 5 ദിവസത്തിൽ ഒരു പ്രോഫിറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു 1:2 റിസ്ക് റിവാർഡ് വെച്ചിട്ട് നമ്മൾ നെറ്റ് പ്രോഫിറ്റിലായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കണക്കൂട്ടി വെച്ചിട്ടുണ്ട് 41% വിൻ റേഷ്യോ ആണ് ഇതുവരെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത് നല്ലൊരു വിൻ റേഷ്യോ തന്നെയാണ്. അപ്പോൾ നെറ്റ് ലോസ് ഇതുവരെ ഇത്രയും ദിവസത്തെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 1071 ആണ്. ഇനി ഈ മാസത്തെ നെറ്റ് ലോസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ കൊണ്ട് ഈ മാസം അവസാനിച്ചു 163 രൂപയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ ഉള്ളത്. ഇപ്പോൾ സമയം 9:02. അപ്പോൾ 9:07 ആകുമ്പോൾ പ്രീ ഓപ്പൺ മാർക്കറ്റിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. എവിടെയാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കണ്ടു പഠിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ലൈവ് ട്രേഡിൽ വരുമ്പോൾ ഇതിൽ പലതും നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നില്ല. അതായത് ഇന്നലെ ഈ മധ്യഭാഗം എന്നത് നമ്മൾ കണ്ടിരുന്നുവെങ്കിലും നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് അതിനെപ്പറ്റി ചിന്തിച്ചതോ തീരുമാനങ്ങൾ അവിടെ എടുക്കാമെന്ന് വിചാരിച്ചതോ ഒന്നുമില്ല. 1:3 ഇട്ടത് അവിടെ കിടക്കട്ടെ, സ്റ്റോപ്പ് ലോസ് ഇട്ട് അവിടെ കിടക്കട്ടെ, രണ്ടിലൊന്ന് ഹിറ്റ് ചെയ്യട്ടെ എന്നൊരു രീതിയിൽ നമ്മൾ പോയതാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ പതിയെ പതിയെ മുന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് പലതും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങും. അപ്പോൾ മാത്രമേ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റത്തുള്ളൂ. അതിന് നമുക്ക് വേണ്ടത് കാര്യങ്ങൾ കാണാപ്പാഠം പഠിച്ചു വെക്കുക എന്നത് മാത്രമല്ല, എക്സ്പീരിയൻസ് കൂടണം. എക്സ്പീരിയൻസ് കൂടി വരുന്നതിനനുസരിച്ച് ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങും. നമ്മൾ ബോധമനസ്സിലെടുക്കുന്ന തീരുമാനത്തിനപ്പുറം കാര്യങ്ങൾ ഡിസിഷൻസ് ഉപബോധ മനസ്സിൽ നിന്ന് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. എന്തായാലും ഇത് വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു പൊസിഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ട്രേഡിംഗ് കരിയറിൽ ഇത്രയും കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഒരു 100 ദിവസം ഇട്ട ക്യാപിറ്റൽ വാഷ് ഔട്ട് ആകാതെ നമ്മൾ എത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു മാറ്റമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ
നമുക്ക് എന്തായാലും മാർക്കറ്റ് ഓപ്പൺ ചെയ്യട്ടെ, അതിന് ശേഷമേ ഇനി എന്തെങ്കിലും ചെയ്യാനുള്ളൂ. അപ്പോൾ നമ്മൾ ഹൈയും ലോയും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ മാർക്കറ്റിൻ്റെ മധ്യഭാഗം ഇവിടെ നിങ്ങൾക്ക് കാണാം. മാർക്കറ്റിൻ്റെ മധ്യഭാഗം എന്ന് പറയുന്നത് ഏകദേശം 297 രൂപ 75 പൈസ. അപ്പോൾ 298 കൂട്ടിക്കോളൂ. അവിടെയും ഒരു റെസിസ്റ്റൻസോ സപ്പോർട്ടോ നമുക്കിവിടെ കിട്ടാം. അത് ഇന്നലത്തെ മാർക്കറ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യം മധ്യഭാഗത്തായിട്ട് ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിന് ബ്രേക്ക് ചെയ്ത് താഴത്തേക്കും പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ സപ്പോർട്ട് കൃത്യമായി വരികയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അവസ്ഥ. ഇനിയിപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 9 മിനിറ്റ്. മാർക്കറ്റിൻ്റെ പ്രീ ഓപ്പൺ ഡാറ്റ വന്നിട്ടുണ്ട്. ONGCയുടെ ഓപ്പൺ പ്രൈസ് വന്നേക്കുന്നത് 297 ആണ്. ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുവാണ്. അപ്പോൾ 298 മധ്യഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത്, ഒന്നുകിൽ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ ഇതാണ്. താഴത്ത് കാണുന്ന ഈ പ്രൈസ് ആക്ഷൻ ലൈൻ, അതായത് പ്രീവിയസ് ഡേ ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു റീടെസ്റ്റ് ഈ ലൈനിൽ വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ താഴത്തേക്ക് നമ്മൾ ഷോർട്ട് സെല് ചെയ്യും. അതുപോലെ തന്നെ മുകളിലേക്കാണെങ്കിൽ ഈ പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ആയതിനു ശേഷം ഒരു റീടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് നമ്മൾ ലോങ് എൻട്രി എടുക്കും. ഇനി ഇത് രണ്ടും നമുക്കറിയാം, ഏകദേശം ഈ രണ്ട് പ്രൈസ് ആക്ഷൻ ലൈനുകൾ തമ്മിൽ 2.7% ചേഞ്ച് ഉണ്ട്. മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 297 ഇവിടുന്ന് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ആകണമെങ്കിൽ 1.5%, ഡൗൺ സൈഡ് ബ്രേക്ക് ആകണമെങ്കിൽ 1% ഉണ്ട്. സോ ദാറ്റ് നമുക്കൊരു കാര്യം അറിയാവുന്ന ഇതാണ്, ഈ രണ്ടും ബ്രേക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ മറ്റൊരു കാര്യം സംഭവിക്കും. അതായത് ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡലിൻ്റെ ഹൈയോ ലോയോ ബ്രേക്ക് വരും. അങ്ങനെ ഹൈയോ ലോയോ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ അതെങ്ങോട്ടേക്കാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഹൈയും ലോയും മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ ഈ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീടെസ്റ്റ് വന്നിട്ട് ലോങ് എൻട്രിയും, ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീടെസ്റ്റ് വന്നിട്ട് ഷോർട്ട് എൻട്രിയും. ഇതാണ് നമ്മുടെ ഇന്നത്തെ ട്രേഡിംഗ് പ്ലാൻ. അപ്പോൾ ഇപ്പോൾ 9:10 ഇനിയിപ്പോൾ 9:15 മാർക്കറ്റ് ഓപ്പൺ ആവണം. ഫസ്റ്റ് 5 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഒരു 9:20 നമുക്ക് ഏകദേശം എൻട്രി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ആ സമയത്തേക്ക് നമുക്ക് വീണ്ടും നോക്കാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. നമ്മളിപ്പോൾ അതിൻ്റെ ഹൈയും ലോയും മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണുന്നത് ഇപ്പോൾ 5 മിനിറ്റ് ക്യാൻഡിൽസ് ആണ്, കണ്ടല്ലോ. അപ്പോൾ ഈ രീതിയിൽ ഹൈയും ലോയും നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ 1 മിനിറ്റ് ക്യാൻഡിലേക്ക് സ്വിച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഈ 1 മിനിറ്റ് ക്യാൻഡിൽ ഈ ഹൈയും ലോയും ഏതെങ്കിലും ഒന്ന് ബ്രേക്ക് ആവണം. ഇപ്പോൾ ഈ റേഞ്ചിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ്, 0.77% ആണ്. നിഫ്റ്റി എന്താ ചെയ്യുന്നതെന്ന് നോക്കി കഴിഞ്ഞാൽ നിഫ്റ്റി ഒരു അപ് ട്രെൻഡിലേക്ക് കടക്കുന്ന സൂചനയാണ് തരുന്നത്. ഇനി ഇന്നലത്തെ നമുക്കറിയാം മധ്യഭാഗം എന്ന് പറയുന്നത് 98 298 മുകളിൽ ഒരു ക്യാൻഡിൽ ഫസ്റ്റ് 1 മിനിറ്റ് ഒന്ന് ക്ലോസ് ചെയ്തിരുന്നു. ഒപ്പം തന്നെ 5 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 298 മുകളിലാണ് ക്ലോസിങ് തന്നത്. സോ ദാറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലോങ് എൻട്രി എടുക്കാം എന്നതാണ് ഇന്നിതുവരെ കാണുന്നത് വെച്ച് നമുക്ക് തോന്നുന്നത്. ഒപ്പം നമുക്ക് ഡോമിലേക്ക് വന്നു കഴിഞ്ഞാൽ സെല്ലിംഗ് സൈഡ് വോളിയം നിങ്ങൾക്ക് ഇവിടെ കാണാം 16K, ബൈയിങ് സൈഡ് വോളിയം 10K, ആ ഒരു രീതിയിൽ ഏകദേശം ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതൊരു സൈഡ് ട്രെൻഡ് പിടിക്കണം, ബ്രേക്ക് വരണം, അതിനുശേഷം റീടെസ്റ്റ് വരണം. ഇത്രയും കാര്യങ്ങളാണ് ഇനി നടക്കേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്കത് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തതിന് ശേഷം ഇനി നോക്കാം. മാർക്കറ്റ് ഇപ്പോൾ ഓപ്പണിംഗ് റേഞ്ച് 5 മിനിറ്റിൻ്റെ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആ ക്യാൻഡിൽ മുകളിൽ തന്നെ ക്ലോസ് ചെയ്യുന്നുള്ള സിഗ്നലാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. അത് ക്ലോസ് ചെയ്തു. ഫസ്റ്റ് 5 മിനിറ്റ് റേഞ്ചിന് മുകളിൽ ക്ലോസിങ് തന്നു. ഇനി നല്ല രീതിയിൽ കുറച്ചൊന്ന് മുകളിലേക്ക് അത് മൂവ് ചെയ്യണം. അതിന് ശേഷം ഇവിടെ റീടെസ്റ്റ് വരണം. അത് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് നെക്സ്റ്റ് ഡേ, അതായത് പ്രീവിയസ് ഡേ ഹൈ വരെ ഏകദേശം 1% ആണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമുക്ക് ഇനി
ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നല്ല രീതിയിൽ മുകളിലേക്ക് മൂവ് ചെയ്യണം, അതിന് ശേഷം റീടെസ്റ്റ് വരണം, എന്നാലേ നമുക്കിവിടെ എൻട്രി എടുക്കാൻ പറ്റത്തുള്ളൂ. സോ ആ സിറ്റുവേഷൻ ഒന്ന് റെഡി ആയിട്ട് നമുക്കിനി നോക്കാം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് 5 മിനിറ്റിൻ്റെ ലോ റേഞ്ച് ബ്രേക്ക് ചെയ്യുന്നതിന് തൊട്ടടുത്തേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഡോമിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാല്യൂസ്. ഇവിടം വരെ താഴത്ത് വരെ വരുന്നത് വരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ബൈയിങ് സൈഡ് ഹ്യൂജ് വോളിയാണ്. ഇപ്പോഴും ബൈയിങ് സൈഡ് ഹ്യൂജ് വോളിയം കാണിക്കുന്നുണ്ട് എങ്കിലും അത് അടിക്കടി മാറുന്നുണ്ട്. 16,000-ഉം 30,000-ഉം ഒക്കെ ആയിട്ട് ഇവിടെ ചേഞ്ച് വരുന്നുണ്ട്. റൈറ്റ് സൈഡും അതുപോലെ തന്നെ, അതായത് സെല്ലിങ് സൈഡ് വോളിയവും 21,000-നും 10,000-നും ഇടയ്ക്ക് അതും ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് മാർക്കറ്റ് ഇവിടെ ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല, ഒരു ഇൻഡിസിഷനിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു റേഞ്ചിനുള്ളിൽ ട്രേഡ് എടുത്താൽ അത് പ്രശ്നമാകുന്നത്. അതായത് ഇതിനുള്ളിലാണെങ്കിൽ അതൊരു റേഞ്ചിനുള്ളിൽ തന്നെ കുറച്ചധികം നേരം നിന്നേക്കാം. ഒപ്പം തന്നെ ഏറ്റവും കൂടുതലധികം ആൾക്കാർക്കും ലോസ് സംഭവിക്കുന്നതും ഒരു പർട്ടിക്കുലർ റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. ഇവിടെ വന്ന് ഹിറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്യുന്നില്ല എങ്കിൽ ഇത് തിരിച്ച് വീണ്ടും ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് സൈഡിലേക്കും ട്രേഡ് എടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ട് സൈഡിലേക്കും ലോസ് സംഭവിച്ചുകൊണ്ടിരിക്കും. ഇതിപ്പോൾ ലോ ബ്രേക്ക് ചെയ്യുവാണ്. അപ്പോൾ ബ്രേക്ക് ചെയ്ത് ഇനി റീടെസ്റ്റ് വരണം, എന്നാലേ നമുക്ക് അവിടെ എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ദാറ്റ് സെല്ലിങ് സൈഡ് വോളിയം ഹ്യൂജായിട്ട് ഇപ്പോൾ കാണിക്കുന്നു, ഒപ്പത്തിനൊപ്പം രണ്ട് സൈഡും ഇപ്പോൾ കാണിക്കുന്നു. അപ്പോൾ മാർക്കറ്റ് ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ട ആവശ്യമുണ്ട്. സോ നമ്മൾ ഈ സമയത്തൊക്കെ വെയിറ്റ് ചെയ്യുവാണ് വേണ്ടത്. മാർക്കറ്റ് അങ്ങനെ ഡൗൺ സൈഡ് ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ആ സൈഡിലേക്ക് മൂവ് ചെയ്തിട്ട് റീടെസ്റ്റാണ് വരേണ്ടത്. നിഫ്റ്റി 50 എന്ത് ചെയ്യുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാൻഡിൽ മുകളിലേക്ക് വെച്ചു, അതിന് ശേഷം നിഫ്റ്റി 50യും താഴത്തേക്ക് തന്നെ മൂവ് ചെയ്യുകയാണ്. സോ മാർക്കറ്റിനൊരു തീരുമാനം ആയിട്ടില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. സോ കുറച്ചധികം നേരം നമ്മളൊരു പക്ഷേ വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. മാർക്കറ്റ് അങ്ങനെ ആ ഏരിയയിൽ വന്നിട്ട് ഇവിടെ ഒരു ഡബിൾ ബോട്ടം വെക്കുന്നത് പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ താഴത്തേക്ക് ഇത് ബ്രേക്ക് ചെയ്ത് വന്ന് ഒരു റീടെസ്റ്റാണ് നമുക്ക് വേണ്ടിയത്. നമ്മൾ കുറച്ച് നേരം കൂടെ ഒരു പക്ഷേ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നേക്കാം. ഡോമിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോഴും ഒരു ക്ലിയർ സൈഡ് അത് വരുന്നില്ല. രണ്ട് സൈഡും വോളിയം മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സിഗ്നൽ നമുക്ക് ആക്ച്വലി ഏത് സൈഡിലേക്കാണ് മാർക്കറ്റ് പോകാൻ പോകുന്നതെന്നൊരു സിഗ്നൽ ആക്ച്വലി കിട്ടിയിട്ടില്ല. ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇതാണ് ആ ഒരു റേഞ്ചിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. ഈ റേഞ്ചിനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് റീടെസ്റ്റ് വരുന്നില്ല എങ്കിൽ അതുവരെയുള്ള കുഴപ്പം ഇതാണ്, ഈ റേഞ്ചിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഹൈയും ലോയും ഹിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും കണ്ടിന്യൂസ്ലി. അപ്പോൾ ഇവിടെ വോളിയം നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ അങ്ങനെ നല്ലൊരു വോളിയം, സ്ട്രോങ് വോളിയം ഒരു സൈഡിലേക്കും ബിൽഡ് ആകുന്നില്ല, അതും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം കുറച്ച് കൂടുതൽ എടുത്തേക്കാം. എനിവേ 11 മണിക്കുള്ളിൽ എൻട്രി കിട്ടിയില്ല എങ്കിൽ നമ്മൾ ഇന്നത്തെ ദിവസവും ട്രേഡ് എടുക്കുന്നുണ്ടാവില്ല. കാരണം അതൊരു ടൈം വേസ്റ്റിംഗ് ആവും. പിന്നെ നമുക്ക് ഒരു ഉറപ്പുമില്ല ഏതെങ്കിലും സൈഡ് മൂവ് ചെയ്യുമെന്ന്. പോയിട്ട് ഒരു ലോസ് വരാവുന്ന ദിവസം ട്രേഡ് ചെയ്യാത്തത് കൊണ്ട് ലോസ് ഇല്ല, അത് പ്രോഫിറ്റായിട്ട് നമുക്ക് കണക്കൂട്ടാം. അതായത് ഹൈയോട് എടുക്കുമ്പോൾ ബൈയിങ് സൈഡ് വോളിയം ഹ്യൂജായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ താഴത്തേക്ക് മാർക്കറ്റിന് പിടിച്ച് വലിക്കുന്ന ഒരു എഫക്റ്റാണ് നമുക്കവിടെ കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ നിലവിലെ ഒരു കുഴപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് അങ്ങനെ ആ റേഞ്ചിനുള്ളിൽ തന്നെ തുടരുവാണ്. ഇത്തരം കണ്ടീഷൻസിൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂറിനോട് അടുക്കുന്നു. നമ്മളിങ്ങനെ സ്ക്രീനിൽ നോക്കി ഫുൾ ടൈം ഇരിക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം നമുക്ക് ചെയ്യാവുന്നത്, ഇപ്പോൾ ഞാൻ ചെയ്തത് 299.50 ഒരു അലർട്ട് ഇട്ടു, അതുപോലെ തന്നെ 296 ഒരു അലർട്ട് വെച്ചു. അപ്പോൾ ഈ രണ്ട് സൈഡിലേക്ക് എവിടെയെങ്കിലും ഹിറ്റായി കഴിയുമ്പോൾ നമുക്ക് അലർട്ട് വരും. ഈ അലർട്ട് വന്നതിന് ശേഷം മാത്രം നമ്മൾ പിന്നെ വന്ന് സ്ക്രീനിൽ നോക്കിയാൽ മതി. ഫയേഴ്സിൽ അലർട്ട് വെക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഞാനതൊന്ന് കാണിച്ചു തരാം. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക സ്ക്രീനിൽ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴത്ത് ക്രിയേറ്റ് അലർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു വിൻഡോ ഇത് കാണുന്നത് പോലെ ഓപ്പണായി വരും. ഇതിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ആൻ അലർട്ട്, ഇവിടെ നമ്മുടെ സ്റ്റോക്ക് ഓൾറെഡി ഇവിടെ വരുമ്പോൾ കാണിക്കുന്നുണ്ടാവും. ഇനി അതല്ല എങ്കിൽ ഏതാണോ നമ്മുടെ സ്റ്റോക്ക് അതിൻ്റെ പേര് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക.
അതിന് ശേഷം ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് ഇവിടെ ഉള്ളതെന്ന് ഉറപ്പ് വരുത്തുക. ദെൻ ഏത് പ്രൈസ് ക്രോസ് ചെയ്യുമ്പോഴാണോ നമുക്ക് അലർട്ട് കിട്ടേണ്ടത് ആ വാല്യൂ ഇവിടെ കൊടുക്കുക. അത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണോ അതോ ഇതിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ ലെസ് ദാൻ ഈക്വൽ ടു ആണോ അത് ഇവിടെ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ. അതിനുശേഷം ക്രിയേറ്റ് അലർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അലർട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ രണ്ട് സൈഡിലേക്ക് നമ്മളിപ്പോൾ അലർട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അലർട്ട് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമുക്കറിയാം ഈ രണ്ട് സൈഡും ഒന്ന് ഹിറ്റ് ചെയ്തതിന് ശേഷം റീടെസ്റ്റ് വന്നു കഴിഞ്ഞാലേ നമുക്ക് എൻട്രി ഉള്ളൂ. സോ ഈ രണ്ട് പ്രൈസിലേക്ക് എത്തുന്നില്ല എന്നുള്ള അത്രയും സമയം നമ്മൾ പിന്നെ സ്ക്രീനിൻ്റെ മുമ്പിൽ വെറുതെ ഇരുന്ന് കണ്ണും കേടാക്കേണ്ട സമയവും കളയണ്ട. സോ നമ്മുടെ ടൈം ഇവിടെ നമുക്ക് കുറച്ചധികം സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ അലർട്ട് ഒന്ന് ട്രിഗർ ആയതിന് ശേഷം നമുക്ക് അലർട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അങ്ങനെ ഇപ്പോൾ നമ്മുടെ അലർട്ട് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് ഇങ്ങോട്ടേക്ക് ഒരു റീടെസ്റ്റ് വരിക. അതിന് ശേഷം അപ്പോൾ ആക്ച്വലി ഇവിടെ വെച്ചിട്ട് പോരാ, കുറച്ചും കൂടെ താഴത്തേക്ക് പോകണം മാർക്കറ്റ്. അതിന് ശേഷമാണ് നമുക്ക് റീടെസ്റ്റ് കിട്ടേണ്ടത്. അങ്ങനെ റീടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് റിജക്ഷൻ ആയാൽ ഇവിടെ വന്നിട്ട് ഇതിനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോകരുത്, ഇവിടെ ഹിറ്റ് ചെയ്ത് റിജക്റ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എൻട്രി എടുക്കേണ്ടത്. സോ സമയം കുറച്ചും കൂടെ എടുക്കുമായിരിക്കാം, നമുക്ക് എന്തായാലും നോക്കാം. ഇപ്പോൾ നമ്മൾ ഡോമിൽ നോക്കിക്കഴിഞ്ഞാൽ പകുതിയിലധികത്തിൻ്റെ വ്യത്യാസം നമുക്ക് ഡോമിൽ കാണാൻ പറ്റും. ബൈയിങ് സൈഡ് വോളിയം സെല്ലിങ് സൈഡ് വോളിയത്തിൻ്റെ ഇരട്ടിയോളം വരുന്നുണ്ട്. സോ ദാറ്റ് ഇപ്പോൾ നമുക്ക് താഴത്തേക്ക് മാർക്കറ്റ് പോകും എന്നൊരു പ്രതീക്ഷ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തോന്നുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി റീടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് എൻട്രി എടുക്കാം. അപ്പോൾ നോക്കട്ടെ, അത് റീടെസ്റ്റ് വന്നതിന് ശേഷം എൻട്രി എടുത്തിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. നമ്മളവിടെ ഇപ്പോൾ എൻട്രി എടുത്തിട്ടുണ്ട്. എൻട്രി എടുക്കാനുള്ള കാരണം ഈ ഒരു ക്യാൻഡിൽ, ഇൻഡിസേഷൻ ക്യാൻഡിൽ, ഒരു ചെറിയ ക്യാൻഡിൽ അവിടെ ക്ലോസ് ചെയ്തു. നമ്മളുടെ ആ ലോ മാർക്ക് ചെയ്തിരുന്ന ലൈനിന് അവിടെ ബ്രേക്ക് വരുന്നില്ല. സോ ദാറ്റ് ഇങ്ങോട്ട് നല്ലൊരു മൂവ് എന്ന് തോന്നിയപ്പോൾ അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുന്നു തോന്നിയപ്പോൾ നമ്മളവിടെ എൻട്രി എടുത്തേക്കുവാണ്. ഇനി നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഒന്ന് അടയാളപ്പെടുത്താം. എൻട്രി നമുക്ക് കിട്ടിയേക്കുന്നത് 96.10 സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾ അധികം ദൂരത്തേക്കൊന്നും പോകുന്നില്ല. ഈ ഒരു ഏരിയ തന്നെ സ്റ്റോപ്പ് ലോസ് വെക്കുവാണ് 297.30. .42% ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. 297.35 നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്തായാലും വെക്കുവാണ്. ബൈ ഓർഡറാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കേണ്ടത്. 297.35 നമ്മൾ സെല്ല് ചെയ്തു. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ ബൈ ഓർഡറാണ്. 50 ക്വാണ്ടിറ്റി 297.35 ട്രിഗർ ആയാൽ മാർക്കറ്റ് ഓർഡറിൽ അത് സെല്ല് ചെയ്ത് പോകണം. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ടാർഗറ്റ് കണ്ടുപിടിക്കണം. ബൈ ഡിഫോൾട്ട് നമുക്കറിയാം നമ്മുടെ ടാർഗറ്റായിട്ട് വരേണ്ടത് ഡേ ലോയാണ്. ഡേ ലോയിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാം 1:9.2, അതായത് 1:1.92 വരുന്നുള്ളൂ. നമുക്ക് 1:2 ആണ് വേണ്ടത് മിനിമം. സോ ദാറ്റ് കുറച്ചും കൂടെ താഴത്തേക്ക് ഇറക്കി, നമ്മൾ കൂടുതലൊന്നും എടുക്കുന്നില്ല, ഇന്ന് 1:2 എടുക്കുന്നുള്ളൂ. അപ്പോൾ 1:2 നമുക്ക് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്കിനി ടാർഗറ്റ് ചെയ്യണം. ആ പ്രൈസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. 293 രൂപ 60 പൈസ. അതിലാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് ഓർഡർ ഇടേണ്ടത്. 293 രൂപ 60 പൈസ. ബൈ ലിമിറ്റ് ഓർഡറാണ് നമുക്ക് ചെയ്യേണ്ടത്. 293 രൂപ 60 പൈസ, 50 ക്വാണ്ടിറ്റി. ഇപ്പോൾ നമ്മൾ ബൈ ഓർഡറും പ്ലേസ് ചെയ്തു. ഇനി ഇന്നത്തെ ട്രേഡിൽ നമുക്കൊന്നും ചെയ്യാനില്ല. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യുക. ഒന്നെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യും, അല്ല എങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ നിലവിൽ നിൽക്കുന്നത് 96ാമത്തെ ദിവസമാണ്. ഓൾറെഡി 95 ദിവസം കഴിഞ്ഞു. ഇന്നും കൂടെ കൂട്ടിയാൽ 96ാമത്തെ ദിവസമാണ് നമ്മളുടെ ട്രേഡ് നടക്കുന്നത്.
നമുക്ക് 100 ദിവസം ട്രേഡ് ചെയ്യുമ്പോൾ മിനിമം വിൻ റേഷ്യോ നമുക്ക് വേണ്ടത് 100-ൽ ഒരു 40 ഡേയ്സ് വിൻ നമുക്ക് കിട്ടണം. ഇവിടെ ഓൾറെഡി 39 ആയിട്ടുണ്ട്. സോ ദാറ്റ് നമ്മൾ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുവാണ്. എന്തായാലും ഈ 5 ദിവസത്തിനുള്ളിൽ ഇന്നും കൂടെ അടക്കമുള്ള ഈ 5 ദിവസത്തിനുള്ളിൽ ഒരു പ്രോഫിറ്റും കൂടെ നമുക്ക് കിട്ടും. അപ്പം 35 ഡേയ്സ് പ്രോഫിറ്റ് വന്നാൽ തന്നെ നമ്മൾ ബ്രേക്ക് ഈവൻ ആകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1:2 വെച്ചിട്ട് 40 ദിവസം കൊണ്ട് നമുക്ക് പ്രോഫിറ്റിലേക്ക് വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അച്ചീവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു ഇതുവരെ ട്രേഡ് ചെയ്ത ട്രേഡിംഗ് കരിയറിലെ ഒരു ബ്രേക്ക് പോയിൻ്റാണിത്. അപ്പോൾ എന്തായാലും ഇതാണ് അവസ്ഥ. ഇനി ഈ ട്രേഡിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്ക് നാളെ രാവിലെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു പ്രോസസ്സായിട്ട് കണ്ടാൽ മതി. നമ്മളുടെ ടാർഗറ്റ് അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ട് അത് പോസിറ്റീവോ നെഗറ്റീവോ എന്തും ആയിക്കോട്ടെ, നമ്മൾ എൻജോയ് ചെയ്യേണ്ടത് ഈ ഒരു പ്രോസസ്സാണ്. അതായത് ജീവിതം എന്തിനുള്ളതാ എന്ന് ചോദിച്ചാൽ പലരും പല ഉത്തരങ്ങൾ പറയുമെങ്കിലും ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ജീവിക്കാനുള്ളതാണ്. അതിനപ്പുറത്തേക്ക് പണമുണ്ടാക്കാനോ ഓരോരോ ലക്ഷ്യങ്ങൾ എഴുതി വെച്ചിട്ട് ഓരോരുത്തർ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ അപ്പുറം ഈ ഒരു നിമിഷം ഇത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഈ നിമിഷം നമ്മൾ എൻജോയ് ചെയ്തില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ ജീവിതം എൻജോയ് ചെയ്യുന്നില്ല. ഒരു കാര്യം അച്ചീവ് ചെയ്യട്ടെ, ഇത്രയും പണം ഞാൻ ഉണ്ടാക്കട്ടെ, അതെനിക്ക് എൻ്റെ കയ്യിലേക്ക് അത് എത്തട്ടെ, അതിന് ശേഷം എനിക്ക് ജീവിതം എൻജോയ് ചെയ്യാം എന്ന് വിചാരിച്ചാൽ നിങ്ങളതിലേക്ക് എത്തുമെന്നോ അതിനെത്ര സമയം എടുക്കുമെന്നോ ഒന്നും നമുക്കറിയത്തില്ല. സോ ദാറ്റ് നമ്മൾ ചെയ്യേണ്ടത് യാത്ര എന്ന് പറയുന്നത് ആ ഡെസ്റ്റിനേഷൻ അതൊരു ലക്ഷ്യമാകാതിരിക്കട്ടെ, പകരം യാത്ര തന്നെ ആകട്ടെ നമ്മുടെ ആസ്വദിക്കേണ്ട ഏറ്റവും വലിയ ഘടകം. അപ്പോൾ ലൈഫ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഓരോ നിമിഷവും കൂട്ടിച്ചേർക്കുമ്പോഴാണ് ലൈഫ്. ഓരോ നിമിഷവും മറന്നു പോകാതെ നമ്മൾ ആസ്വദിക്കുക. അപ്പോൾ ഇനി എന്താണ് റിസൾട്ട് എന്നുള്ളത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഈ പ്രോസസ്സ് മാത്രം ട്രേഡിങ്ങിൽ നമ്മുടെ കൺട്രോളിലുള്ളൂ. ഇത് നമ്മൾ കൃത്യമായിട്ട് വാച്ച് ചെയ്തു, കൃത്യമായിട്ട് എൻട്രി എടുത്തു. ഇനി നമുക്കിതിനകത്ത് ഒന്നും ചെയ്യാനില്ല. ഇനി റിസൾട്ട് മാർക്കറ്റ് തരേണ്ടതാണ്. മാർക്കറ്റ് ഇത്രയും മൂവ് ചെയ്താൽ, ഡൗൺ സൈഡ് മാർക്കറ്റ് മൂവ് ചെയ്താൽ നമുക്ക് ടാർഗറ്റ് കിട്ടും. മാർക്കറ്റ് അങ്ങനെയല്ല, ഓപ്പോസിറ്റാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടും. അത് നമുക്ക് കൺട്രോളിലല്ല, നമുക്കതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. സോ അതിനെ നമ്മൾ അംഗീകരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്ക് നാളത്തെ വീഡിയോയിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.